കണ്ണൂർ പിലാത്തറയിലെ കവർച്ചാ ശ്രമത്തിൽ വിദഗ്ധ പരിശോധന നടത്തുന്നു. ഫോറൻസിക് സംഘവും വിരലയാട വിദഗ്ധരുമാണ് പരിശോധന നടത്തുന്നത്. മിഥുൻ പിള്ള ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? നിരുമ, ഞാനിപ്പോൾ ഈ വാഹനത്തിൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വിരലടയാള വിദഗ്ധരും അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരും ഒക്കെ തന്നെ വാഹനം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ ഇതിൻ്റെ ദൃശ്യങ്ങൾ എടുക്കാൻ വന്ന സമയത്ത് ഇത് തെളിവെടുപ്പിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മുഴുവൻ ടാർപ്പായിട്ട് മൂടിയൊരു സാഹചര്യമായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് ആ വാഹനത്തിൻ്റെ പൂർണ്ണമായൊരു അവസ്ഥ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അതിലും വലിയൊരു അക്രമം തന്നെയാണ് ഈ തട്ടിപ്പ് സംഘം അല്ലെങ്കിൽ ഈ സ്വർണം അല്ലെങ്കിൽ വാഹനം ഈ കവർച്ചാ സംഘം നടത്തിയതിൻ്റെ തെളിവുകൾ തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ നമ്മോട് പറയുന്നത്. കാരണം ഈ ഇതിൻ്റെ വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന ആളുകളെ അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തി വാഹനത്തിൻ്റെ ഒരു ഭാഗം കൈകൊണ്ട് ഇടിച്ചു പൊളിച്ച് വലിയ ഭീതിതമായൊരു സാഹചര്യം ഉണ്ടാക്കിയ ശേഷമാണ് ഈ വാഹനത്തിലുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ പുറത്തിറക്കിയ ശേഷം ആളൊഴിഞ്ഞ ഈ ഒരു പ്രദേശത്ത് കൊണ്ടുവന്ന് വാഹനത്തിനുള്ളിലെ സകലമാന സാധനങ്ങളും വലിച്ച് പുറത്തിട്ട് വാഹനത്തിൻ്റെ ചില ഭാഗങ്ങളടക്കം പൊളിച്ച് പുറത്തിട്ടുണ്ട്. വാഹനത്തിനുള്ളിൽ എന്തോ ഉണ്ടായിരുന്നു, എന്തോ സ്വർണമോ മറ്റോ ഉണ്ടായിരുന്നു. അത് കണ്ടെത്തുവാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമമാണ് ഈ ഒരു തട്ടിപ്പ് സംഘത്തിന് മനസ്സിലായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു പരിശോധന നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഉള്ളിലുള്ള സകലമാന സാധനങ്ങളും എടുത്ത് പുറത്തിട്ടുകൊണ്ട് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയത്. ഏതാണ്ട് സ്വർണം ഈ വാഹനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഈ പഴയ സ്വർണം ഉരുക്കി കച്ചവടം നടത്തുന്ന ആളുകളാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നൊരു സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് ഈ ഒരു സംഭവം നടന്നത് എന്നൊരു വ്യക്തത കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള പുറത്തു വന്നപ്പോൾ തന്നെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഈ ഒരു വാഹനം വിജനമായ പ്രദേശത്ത് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട ആ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ഇതിൽ വലിയ ദുരൂഹത ആരോപിക്കപ്പെട്ടിരുന്നു. ഈ വാഹന ഉടമകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അവർ നൽകുന്ന മൊഴി എന്താണ്? ആ വിവരങ്ങളിലേക്കൊക്കെ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ? വാഹന ഉടമകളെ തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ വാഹന ഉടമയുടെ സുഹൃത്ത് ഉപയോഗിക്കാൻ കൊടുത്ത വാഹനമായിരുന്നു ഇത്. അവർ മഹാരാഷ്ട്രയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന സമയത്താണ് ഇത്തരം ഒരു മോഷണ ശ്രമം ഉണ്ടായത്. അത് പ്രധാനമായും ഈ കരിവള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്തിനും പയ്യന്നൂരിനും ഇടയിൽ വെച്ചാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ നിന്ന് ഈ 3-4 കാറുകളിൽ പിന്നാലെ ഫോളോ ചെയ്തെത്തിയ ഈ കവർച്ചാ സംഘം ഈ വാഹനത്തെ തടഞ്ഞു നിർത്തുകയും വാഹനത്തിലുണ്ടായിരുന്ന ആളുകളെ ബലം പ്രയോഗിച്ച് പുറത്ത് ഇട്ട ശേഷം ഈ വാഹനവുമായി ഈ വിജനമായ ഈ പ്രദേശം എന്ന് പറയുന്നത് പിലാത്തറ കോഓപ്പറേറ്റീവ് കോളേജിലേക്ക് പോകുന്ന വഴിയാണ്. ചുറ്റുഭാഗം മുഴുവൻ കാട് നിറഞ്ഞൊരു പ്രദേശമാണ്. ഈ സ്ഥലത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളുകൾ തന്നെയാണ് ഈ ഒരു കവർച്ച നടത്തിയത് അല്ലെങ്കിൽ കവർച്ച ശ്രമം ഉണ്ടാക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരം ഒരു സ്ഥലം ഇവിടെ ഉണ്ട് എന്ന് കണ്ടെത്തുക അല്ലെങ്കിൽ തിരിച്ചറിയുക വളരെ പ്രയാസകരമാണ്. കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെ നടന്നൊരു കവർച്ചാ ശ്രമം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വാഹനത്തിൻ്റെ ഉള്ളൊക്കെ കംപ്ലീറ്റ് പൂർണ്ണമായും സീറ്റുകളടക്കം വലിച്ചു പറിച്ച നിലയിലാണ് നിലവിലുള്ളത്. അതായത് ഇതിനുള്ളിൽ എന്തോ വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ട്. സ്വർണം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഈ കവർച്ചാ സംഘം ഈ വാഹനത്തെ പിന്തുടർന്നതും ഇത് ഇത്തരമൊരു അക്രമത്തിന് വിധേയമാക്കിയതും. ഏതായാലും പോലീസ് ഇപ്പോൾ പൂർണ്ണമായും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെളിവുകൾ കണ്ടെത്താനുള്ള ഊർജിതമായി തന്നെ നടക്കുന്നുമുണ്ട്. നീലിമ, കണ്ണൂർ പിലാത്തറയിലെ കവർച്ചാ ശ്രമത്തിൽ വിദഗ്ധ പരിശോധന നടത്തുകയാണ്. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരുമാണ് പരിശോധന നടത്തുന്നത്. ഏതായാലും ഈ കാറുമായി കേന്ദ്രീകരിച്ച് വലിയ ദുരൂഹതയാണ് പോലീസ് സംശയിക്കുന്നത്. സ്വർണ്ണ കവർച്ചയുമായി ഈ സംഭവത്തിന് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ പരിശോധിക്കുകയാണ്. മിഥുൻ പിള്ളയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.